കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തനിക്ക് കിട്ടിയതിൽ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉള്ളതായി വിശ്വസിക്കുന്നില്ല എന്ന് വേടൻ പറയുകയാണ്. എൻ്റെ കലയ്ക്ക് കിട്ടിയ അവാർഡായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം എന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കകത്ത് കൊണ്ടുവിടേണ്ട ആവശ്യമൊന്നും കേരളത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ല. ഞാനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ ഇല്ലാതെ നിൽക്കുന്ന ഒരാളായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് രാഷ്ട്രീയം ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു വേടൻ. ഞാനൊരു ഇന്ത്യൻ ദളിതാണ്. RSS അജണ്ട എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ സഹജീവിയെ കരുണയില്ലാതെ കാണാനൊക്കെ പഠിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ എനിക്ക് അതിനെ എതിർത്തേ പറ്റൂ എന്നുള്ളതാണ്. ആ ആശയം മനുഷ്യത്വരഹിതമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. RSS ഹിന്ദു അജണ്ട ആശയം മനുഷ്യത്വ വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. മോദി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ ആയിട്ടുള്ള പോരാട്ടം ഒന്നുമല്ല ഞാൻ നടത്തുന്നത്. ആ രാഷ്ട്രീയത്തിനെതിരെ ആയിട്ടുള്ള ഒരു പോരാട്ടമാണ്. വ്യക്തികളുമായിട്ട് ആരോടും ഒരു പകയുമില്ല. ഒരു പൂച്ചക്കുഞ്ഞിനോട് പോലും പകയില്ലാത്ത ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വ്യക്തിയോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഞാനൊരു വ്യക്തിക്കെതിരെയല്ല, ഞാൻ അവിടെ പറയുന്ന രാഷ്ട്രീയത്തിനെതിരാണ് എന്നാണ് വേടൻ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ മണിച്ചേട്ടന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഘോഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദളിത് ആർട്ടിസ്റ്റ് ഞാനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. കറുപ്പ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ലേബൽ ഉണ്ട്. അത് ഒരുപാട് ആർട്ടിസ്റ്റുകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയം മാത്രമാണ്. നമ്മുടെ ഗ്യാങ്ങിൻ്റെ ഐഡിയോളജി തന്നെ ഇതാണ്. അടിച്ചമർത്തപ്പെട്ട ഇടങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ, പുതിയ ആർട്ടിസ്റ്റുകൾ, അവർക്ക് മിണ്ടാൻ പറ്റുന്ന, അവർക്ക് പാടാൻ പറ്റുന്ന ഒരു സ്പേസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. വേടനെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരും എല്ലാവരും ഈ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എനിക്കെതിരെ വരുന്ന ആരോപണങ്ങളും അതിനകത്ത് മീഡിയയ്ക്കും ജനങ്ങൾക്കും അറിയുന്ന ഒരു ഭാഗമുണ്ടല്ലോ. എൻ്റെ ഒരു ഭാഗം ആൾക്കാർക്ക് അറിയില്ലല്ലോ. അത് പറയാൻ പറ്റുന്ന ഒരിടത്തല്ലല്ലോ ഞാൻ നിൽക്കുന്നത്. അത് ഭാവിയിൽ എപ്പോഴെങ്കിലും എനിക്ക് പറയാൻ പറ്റുമ്പോൾ അതിന് ഞാൻ ക്ലാരിറ്റി വരുത്തുകയും ചെയ്യും. ഞാൻ വളരെ കുഞ്ഞു പയ്യനായിരിക്കുമ്പോൾ തൊട്ടേ ലഹരികൾ ഉപയോഗിക്കുന്ന ഒരാളാണ്. കാരണം ഭയങ്കര അവൈലബിൾ ആയിട്ടുള്ള ഇടത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതെന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. എൻ്റെ കലയെയും എൻ്റെ ശരീരത്തെയും എൻ്റെ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളെയും ഒക്കെ ബാധിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് ഒരുപാട് പേഴ്സണൽ അനുഭവങ്ങൾ എൻ്റെ ഫാൻസിൻ്റെ ഇടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നും വേടൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട്.